എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ വിദേശത്തു ഉൾപ്പെടെ എവിടുന്നൊക്കെയാണ് മലേഷ്യ, ശ്രീലങ്ക, ഉഗാണ്ട, ജർമ്മനി, അന്റാർട്ടിക്ക. എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. ഇവിടുന്നെല്ലാം പ്രതിനിധികളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് ഒരു 3500 പേര് വന്നിരുന്ന് ചർച്ച ചെയ്ത് CM ഉദ്ഘാടനത്തിൽ വരുന്ന സ്ഥലം ഒരു ചെറിയ ബോംബെങ്കിലും കണ്ടെടുത്താൽ നിന്റെ കഴിവ് രേഖപ്പെടുത്താം. ായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇരിപ്പിടം കിട്ടി. പഴയ ഭീമന്റെ കുസ്വാമിക്ക് ഇപ്പം ഇരിപ്പിടം അവിടെ ക്രമീകരിച്ച് കണ്ടു. വേണ്ട ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ 7 കോടി രൂപയാണ് ഇതിന്റെ മൊത്തം ചെലവ്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. ആളൊന്നിന് 1,12,359 രൂപയാണ് ഇവർ ചെലവഴിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടോ മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? എന്തൊരു ദുരവസ്ഥയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് ആരാണ് അദ്ദേഹത്തെ ഇത് പഠിപ്പിച്ചു കൊടുത്തത്? എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. അടച്ചുപൂട്ടിയ മുറികളിൽ നിന്നാണ് പറഞ്ഞത്, പക്ഷെ തുറന്നിട്ടിരിക്കണം. ആരെങ്കിലും വന്ന് കയറി അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുന്ന സ്വാമിമാരോടൊക്കെ അപേക്ഷിക്കുമായിരുന്നു, ഞങ്ങളുടെ കാരണഭൂതൻ കോപിക്കും. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. അദ്ദേഹത്തിന് സ്വാമി ശരണം എന്നൊരു വാക്ക് പറയാമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞോ? പോയതൊക്കെ പോട്ടെ, അതോട് നീ വിഷമിക്കണം. 106 കോടി രൂപ ടൂറിസം, അതെ, സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം കൊടുത്ത പൈസ പാഴാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഈ നാട് ഭരിക്കുന്നത്. ശ്രീ ജയരാജ്, പുകവലിയില്ല, മദ്യപാനമില്ല, കഞ്ചാവും എനിക്കില്ല. ഒരു പ്രയോജനമുണ്ടായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തെറ്റേറ്റു പറഞ്ഞു ഒരു വിങ്ങൽ അവിടെ നടത്തി. രണ്ടാമത് സോറി സാർ.